കുണിയയിൽ സമ്മേളനം നടത്തുന്ന സമസ്തക്കാരുണ്ടല്ലോ, അവരുടെ വലിയൊരു നേതാവാണ് മുക്കം ഉമർ ഫൈസി. സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ച് ഒറ്റുകാരന്റെ ശമ്പളം വാങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഈ മുക്കം ഫൈസി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് വെച്ചൊരു പൈതൃക സമ്മേളനം നടന്നു. പാണക്കാട് തങ്ങന്മാരോട് മുജാഹിദുകൾക്കുള്ള വിയോജിപ്പുകൾ അവർ പറയേണ്ടിടത്ത് പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമൂഹം പാണക്കാട് തങ്ങന്മാർക്ക് നൽകുന്ന പദവി അത് അംഗീകരിക്കുകയും അതിനുള്ള പരിഗണന മുജാഹിദുകൾ നൽകുകയും ചെയ്യാറുണ്ട്. അത് അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. അതുകൊണ്ടാണ് തിരൂരങ്ങാടി PSMO കോളേജിന്റെ പള്ളിക്ക് തറക്കല്ലിടാൻ ബാഫക്കി തങ്ങളെ KM മൗലവി സാഹിബും ഉമർ മൗലവിയും കൂടി ക്ഷണിക്കുന്നത്. ആ പള്ളിയിൽ സുബഹിക്ക് ഖുനൂത്തുണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ ഖുത്ബ മലയാളത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ ബദരീങ്ങളുടെ ആണ്ട് നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട്, ആ പള്ളിയിൽ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബാഫക്കി തങ്ങൾ ആ പള്ളിക്ക് തറക്കല്ലിടാൻ പോയത് ആ സമുദായത്തിലെ ഐക്യവും ബന്ധവുമാണ്. ആശയപരമായ വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും നിലനിൽക്കുമ്പോൾ സമുദായം എന്ന ഒരു താല്പര്യം, സമുദായത്തിന്റെ അഭിമാനം എന്ന ഒരു താല്പര്യം ഇവിടെ നിലനിൽക്കണം. യഥാർത്ഥത്തിൽ ഈ മുക്കം ഫൈസിയും അയാളെ പിന്തുണക്കുന്ന സമസ്തയിലെ ശജറ വിഭാഗവും ശ്രമിക്കുന്നത് അതാണ്. നിങ്ങൾ നോക്കൂ, ഈ സമ്മേളനത്തിന്റെ വീഡിയോ കണ്ടോ നിങ്ങൾ? സ്വാഗതം പറഞ്ഞ ഉമർ ഫൈസി, അധ്യക്ഷനായ ജിഫിരി തങ്ങൾ, ട്രഷററായ കൊയ്യോട്, പ്രായമുള്ള പണ്ഡിതന്മാരൊക്കെ വന്ന ആളുകളോട് എന്താ പറയുന്നത്? നിങ്ങൾ ഇവിടുന്ന് അച്ചടക്കത്തോടെ ഇരിക്കണം, ബഹളം ഉണ്ടാക്കരുത്, വരുന്ന ആളുകളെ അപമാനിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, തക്ബീർ വല്ലാതെ ചൊല്ലിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, ചിലരെ പേര് കേൾക്കുമ്പോൾ മാത്രം ഉറക്ക തക്ബീർ ചൊല്ലുന്ന ഏർപ്പാടുണ്ട്, അതൊന്നും പാടില്ല. ആലോചിച്ചു നോക്കി എന്തൊക്കെയായിരുന്നു ഈ സമ്മേളനത്തെ പറ്റി പറഞ്ഞത്. ഇതിന് പ്രീ ക്യാമ്പുകളുണ്ട്, അങ്ങനുണ്ട്, ഇങ്ങനുണ്ട്, 33,313 ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നേതാക്കന്മാര് മുള്ളിന്റെ മുകളിലായി ഇരിക്കുന്നത് അനുയായികൾ കുഴപ്പമുണ്ടാക്കുമെന്ന്. കാരണം എന്താ? ഈ സമ്മേളനത്തിന്റെ മുമ്പ് പാണക്കാട് പൈതൃകം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിൽ പാണക്കാട് കുടുംബത്തിന്റെ മഹാത്മ്യങ്ങളും പ്രത്യേകതകളൊക്കെ പലരും പറഞ്ഞു. പക്ഷേ അത് മുക്കം ഫൈസിക്ക് രസിച്ചില്ല. ആ മുക്കം ഫൈസി ഈ പൈതൃകത്തെ കുറിച്ച് എന്താന്ന് പറഞ്ഞത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവരോട് അടക്കം പറയാറുണ്ട്, യോഗത്തിൽ പറയും, നമ്മൾ അതാ തീരുമാനിച്ചു വെച്ച തീരുമാനം ഒറ്റക്കെട്ടായിട്ട്